അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ ഒരു വലിയ വിജയമായി മാറി. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇതുവരെയുള്ള വരുമാനം 21 ഡ്രൈവിംഗ് സ്കൂളുകളാണ്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയായി വന്നത്. ഇപ്പോൾ 21 പൂർണ്ണമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. 21 ഡ്രൈവിംഗ് സ്കൂളുകളിൽ 4,26,00,000 രൂപയാണ് ഇതുവരെയുള്ള വരുമാനം. ഡ്രൈവിംഗ് സ്കൂൾ വളരെ നഷ്ടമാണെന്നൊക്കെ ആൾക്ക് നാട്ടിൽ പറയുന്നത്. പക്ഷേ ലാഭം 2,18,00,000 രൂപ, ചിലവ് 2,08,00,000 അല്ല 2,08 അല്ലേ 2.08 2.08 ആണ് 2.07 അല്ലേ അത് 8 ആണ് 8 അല്ലേ 8 ആണ്. പിന്നെ അതിൽ വിജയ ശതമാനം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നോട്ട് തരാം. എല്ലാം ഒരു 10-30 കോപ്പി എടുക്കുന്നുണ്ട്. ഞങ്ങളൊരു നോട്ട് ഞാൻ തരാം. ഇതിനകത്ത് ഒരുവിധം കാര്യങ്ങൾ BTCയിൽ ബഡ്ജറ്റ് ടൂറിസത്തിൽ പിൽഗ്രിം ടൂറിസം ഒക്കെ തുടങ്ങി. ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് നേരെ ഇരട്ടിയായിട്ടാണ്. ഇത് 2024 കണക്കാണ്. ഇത് 2025 കണക്കാണ്. 2025 ഡിസംബർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് ഇരട്ടിയായി മാറി. 42 കോടി കഴിഞ്ഞ വർഷം 83% വർധനമാണ് വന്നിരിക്കുന്നത്. 17.14 കോടിയായിരുന്നു പ്രവർത്തന ലാഭം ഈ വർഷത്തെ. ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ മാത്രം പ്രവർത്തന ലാഭം 17.14 കോടിയാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്നിരിക്കുന്ന വർധനവ് 24 കോടിയിൽ നിന്നും 42 കോടിയായി. കഴിഞ്ഞ വർഷം 24 ചില്ലറയായിരുന്നു. അതിപ്പോൾ 42 കോടി 62 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചു. എല്ലാ രംഗത്തും ബഡ്ജറ്റ് ടൂറിസം വർദ്ധിച്ചു. പിൽഗ്രിം ടൂറിസം വളരെ വിജയകരമായി ക്ഷേത്രങ്ങളെയും പള്ളികളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പിൽഗ്രിം ടൂറിസം നല്ല നിലയിൽ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമഗ്രമായൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സർക്കാർ 170 കോടി രൂപ സർക്കാർ തന്നിട്ടാണ് 360 ബസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാനുണ്ട്. അടുത്ത മാസം ഫെബ്രുവരി മാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ബിസിനസ് ക്ലാസ് ബസ്, അതായത് എല്ലാ സീറ്റിലും TV, എല്ലാ സീറ്റിലും വയർലെസ് ഹെഡ്ഫോണ് സൗണ്ട് കേൾക്കാനുള്ള നമ്മുടെ ഫോൺ അതിൽ മിറർ ചെയ്യാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള പ്രോഗ്രാം നമുക്ക് കാണാം. പിന്നെ അതിനകത്ത് ഫുഡുണ്ടാവും, ചായയും കാപ്പിയും എല്ലാം കൊടുക്കും. ടോയ്ലറ്റ് ഉണ്ട്, ഹൈടെക് ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ബസ്സുകളാണ് ആദ്യം വാങ്ങുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ വരെയാണ് റോഡ് പണി നടക്കുന്നതുകൊണ്ട് എറണാകുളം എന്ന് പറയുന്നേ ഉള്ളൂ. അതിന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലും ദൈപ്പഴേ പറയുന്നു വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കും, വണ്ടി ഓടിക്കൊണ്ടിരിക്കും. വണ്ടി എന്ന് വരുന്നോ അതിന് അടുത്ത ദിവസം തൊട്ട് വണ്ടി ഓടും. കാരണം അതൊരു സർക്കാർ പറഞ്ഞൊരു വാക്കാണ്. അത് എങ്ങും സ്റ്റോപ്പ് ചെയ്യില്ല. ഫുൾ റിസർവേഷൻ ആയാൽ 35 സീറ്റോളമുള്ള ബസ്സാണ് വരുന്നത്. ഓൾവോ ബസ്സാണ് വരുന്നത്. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സായിരിക്കും. ഏറ്റവും വില കൂടിയ ബസ് വാങ്ങിക്കുകയാണ്. അതിൽ ഏറ്റവും യാത്ര കൊല്ലത്ത് ബൈപ്പാസിൽ ആളുണ്ടെങ്കിൽ, ഇവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ബൈപ്പാസിൽ ആലപ്പുഴ ബൈപ്പാസിനടുത്ത് ഈ 2 സ്ഥലങ്ങളിൽ ഒരു സ്പോട്ട് നിർത്തും. ബസ് സ്റ്റാൻഡുകളിൽ കയറില്ല. തിരുവനന്തപുരം വിട്ടാൽ നേരെ എറണാകുളമാണ്. ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തത്തുള്ളൂ. ആലപ്പുഴ വഴിയാണ് പോകുന്നത്. അത് തൃശ്ശൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. രാവിലെ 6 മണിയോട് ഇവിടുന്ന് പുറപ്പെട്ടാൽ ഒരു 10:30 മണിയോട് 10:11 മണിക്ക് മുമ്പേ തൃശ്ശൂരിലെത്തത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എറണാകുളം വരെയാണ് നമ്മളിപ്പോൾ മനസ്സിൽ. വൈകിട്ട് അതുപോലെ ഒരു 4:30-5 മണിയോടി എറണാകുളം നിന്ന് പുറപ്പെട്ടാൽ 10 മണിക്ക് മുമ്പേ റോഡ് ഹൈവേ പൂർത്തിയായാൽ ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ കഴിയും. വണ്ടി ആ നിലയിലായിരിക്കും വണ്ടിയുടെ സമയം. അത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അതിഗംഭീര വണ്ടിയായിരിക്കും. ഈ വന്ന വണ്ടികളെക്കാളൊക്കെ ഗംഭീര വണ്ടിയായിരിക്കും. എല്ലാ സീറ്റിലും TV, പിന്നെ ഒരു ഇതൊക്കെ ഉണ്ടാകും, ഒരു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് തരാനുള്ളൊരു പാൻട്രി എല്ലാം ഉണ്ട് അതിനകത്ത്. എല്ലാം ഇൻ്റർനാഷണൽ പാൻട്രിയൊക്കെ ഇൻ്റർനാഷണൽ വിമാനത്തിലുള്ളതിനേക്കാൾ ഗംഭീര പാൻട്രി ആയിരിക്കും. അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണത്തിന് നമ്മൾ ഓർഡർ കൊടുക്കും. ഉടനെ തന്നെ അത് പണി തീരും. 60 ദിവസം കൊണ്ട് വണ്ടി റോഡിൽ വരും. ഞാനിപ്പോഴേ പറയുന്നു, ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും ഉദ്ഘാടനമൊന്നുമില്ല, വണ്ടി ഓടും. വണ്ടി ഇപ്പം തന്നെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അവൻ ഇനി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അത് ബാധകമല്ല. വണ്ടി ഇപ്പം തന്നെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി വന്നാൽ അന്ന് തൊട്ട് ഓടും. 2 വണ്ടിയാണ് വരുന്നത്. ഒന്ന് എറണാകുളത്തേക്ക് തിരുവനന്തപുരത്തേക്ക് രാവിലെ വരും. അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകും. അതുപോലെ എല്ലാ ബസ് സ്റ്റേഷൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കും. കായംകുളം, കൊട്ടാരക്കര, തൃശ്ശൂർ, കൊല്ലം, ചെങ്ങന്നൂർ, അതിൻ്റെ എല്ലാം നിർമ്മാണ ഉദ്ഘാടനം നടത്തും. ചങ്ങനാശ്ശേരിയുടെ ബസ് സ്റ്റേഷൻ തീരാൻ ഒരു 2 മാസം സമയമെടുക്കും. അത് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചില സാധനങ്ങൾക്ക് ഷോർട്ടേജ് വന്നതാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി. അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പണിക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് താമസിക്കുന്നത്. അത് വന്നാൽ ഉടനെ പിടിപ്പിക്കും. അങ്ങനെ ബസ് സ്റ്റേഷനുകളുടെ നവീകരണം, മലപ്പുറം ബസ് സ്റ്റേഷനും 2ാം ഘട്ടമായി 5 കോടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഉടനെ ഉദ്ഘാടനം ചെയ്യും. കാരണം നിർമ്മാണ പ്രവർത്തനമുണ്ട്. അവിടെ ഒരു ഫ്ലോർ തീർന്നിട്ടുണ്ട്.
ഇന്ന് MLA ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫ്ലോറിൻ്റെ ഉദ്ഘാടനം. മൂവാറ്റുപുഴ ബസ് സ്റ്റേഷൻ വർഷങ്ങളായി മുടങ്ങി കിടക്കുന്നതാണ്. മൂവാറ്റുപുഴ ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യും. വർഷങ്ങൾ, അതായത് ട്രാൻസ്പോർട്ട് സെക്രട്ടറി പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പണിഞ്ഞു തുടങ്ങിയതാണ്, ഇതുവരെ തീർന്നില്ല. അതിൻ്റെ പണി തീർത്തു. അത് ഈ ഒരു മാസത്തിനുള്ളിൽ ഫെബ്രുവരി 10 മുമ്പേ അത് ഉദ്ഘാടനം ചെയ്യണം എന്ന് MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചെല്ലാമെന്നും പറഞ്ഞിട്ടുണ്ട്.